അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് അവരുടെ ഫസ്റ്റ് മിഷനാണ് ജെനുവിനായിട്ടുള്ളത്. അപ്പോൾ ടാർഗറ്റ് എവിടെ, ടാർഗറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ, അവിടെ നിന്ന് എത്ര മീറ്റർ ദൂരത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 3 പേരും മെഷീന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയം കൊണ്ട് തന്നെ അവർ പിടിക്കുന്ന ഒരു പൂച്ചേനെയാണ്. എന്നിട്ട് ആ പൂച്ചേനെ പിടിച്ചിട്ട് നേരെ ഹൊക്കാഗെയുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള ഒരു ലേഡിയുടെ അടുത്ത് ആ പൂച്ചേനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് 3 പേർക്കും ദേഷ്യം വരുന്നുണ്ട്. നമ്മളെന്താ കൊച്ചു പിള്ളേരാണോ ഇങ്ങനത്തെ ഓരോ മെഷീൻസും തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയാണ് അടുത്ത മെഷീൻ എന്ന് പറയുന്നത് ഒരു കുട്ടീനെ ബേബി സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒരു നിഞ്ച ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീൻ താ എന്നുള്ള രീതിയിൽ നറൂട്ടോ പറയാണ്. ഈ ടൈമിൽ ഹൊക്കാഗെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ടാസ്കും കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല, അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു എന്ന് പറയാണ്. നമുക്ക് എ റാങ്ക് മിഷൻ തൊട്ട് ഡി റാങ്ക് മിഷൻ വരെയുള്ള ഒരുപാട് മിഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബേബി സിറ്റിംഗ് തൊട്ട് ഒരാളെ കൊല്ലുന്ന രീതിയിൽ വരെയുള്ള മിഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓരോ ലോകത്തു നിന്നും ഓരോ മൂന്നിലേക്ക് നിന്നും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇതിൽ മേലെ നിൽക്കുന്ന ആളാണ് ഹൊക്കാഗെ, താഴെ ജോനിൻ, പിന്നെ ചൂനിൻ, അതുപോലെ തന്നെ ഗെനിൻ, ഇങ്ങനെ ഓരോ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എബിലിറ്റീസും അതുപോലെ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് എ ബി സി ഡി അങ്ങനെ ഓരോ റാങ്ക് തരം തിരിച്ചിട്ടുള്ള മെഷീൻസ് തരാം. അതിലിപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ജെനുവിൻ ആയതുകൊണ്ടാണ് ഡി റാങ്ക് മെഷീൻ തരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ഇവർ 3 പേര് ഇത് കേൾക്കാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനനുസരിച്ചാണ് ക്ലയൻറ്റ് ഓരോ ഫീസ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഓരോ മെഷീൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ച് എമൗണ്ട് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആണെങ്കിൽ നറൂട്ടോയ്ക്ക് ഇതൊന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല. അവൻ പറയണേ റിയൽ ആയിട്ടുള്ള ഒരു മെഷീൻ, എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ള എനിക്ക് വേണം എന്നുള്ള രീതി പറയണം, ഞാൻ പഴയ ആ കൊച്ചു കുട്ടിയല്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൊക്കാഗെ ഒരു സി റാങ്ക് മിഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഒരാളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം, ബോഡി ഗാർഡായിട്ട് പോകണം. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും പ്രിൻസസിൻ്റെ കൂടെയാണോ പോകേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നറൂട്ടോ ചോദിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ആൾ വരുന്നത്. അയാളൊരു ബ്രിഡ്ജ് ബിൽഡറാണ്, ടാസുന എന്നാണ് പേര്. അപ്പോൾ ടാസുന കണ്ടപാടെ പറയുന്നുണ്ട് ആ ചെറിയ പയ്യനുണ്ടല്ലോ അവൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും കൊച്ചു പിള്ളേരാണ്, ഇവരെയാണോ എൻ്റെ കൂടെ വിടുന്നത് എന്നുള്ള രീതി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നറൂട്ടോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവരുടെ മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ ഇവർ നേരെ ആ ബ്രിഡ്ജ് ബിൽഡറെയും കൊണ്ട് സേഫായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ബ്രിഡ്ജ് ബിൽഡർ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമല്ലോ, ആ രീതിയിലല്ലേ ഇവൻ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞ് നറൂട്ടോനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ കക്കാശി പറയുന്നുണ്ട് ഞാനൊരു ജോണിൻ ലെവലുള്ള ആളാണ്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടും, അതുകൊണ്ടാണ് എന്നെ ഇവരുടെ കൂട്ടത്തിൽ അയച്ചേക്കുന്നത് എന്നുള്ള രീതി പറയും. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒളിച്ചു നിന്ന് ഏതോ 2 ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കക്കാശി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പോകുന്ന വഴിയിൽ നറൂട്ടോനും സാസുകേക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഷിനോബി വില്ലേജിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് തന്നെയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇവരെ ഒന്നും ആരും ഒറ്റ ഗവൺമെൻറ്റും ഭരിക്കുന്നില്ല, എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ 5 നേഷൻസ് ആണ്. അതിൽ ലാൻഡ് ഓഫ് ഫയർ ആണ് ഹിഡൻ ലീഫ്, അതുപോലെ ലാൻഡ് ഓഫ് വാട്ടർ ആണ് ഹിഡൻ മിസ്റ്റ്, അതുപോലെ ലാൻഡ് ഓഫ് ലൈറ്റനിങ് ആണ് ഹിഡൻ ക്ലൗഡ്സ്, അതുപോലെ ലാൻഡ് ഓഫ് വിൻഡ് ആണ് ഹിഡൻ സാൻഡ്, അതുപോലെ ലാൻഡ് ഓഫ് എർത്ത് ആണ് ഹിഡൻ സ്റ്റോൺസ്. അങ്ങനെ 5 ഗ്രേറ്റ് നേഷൻസ് ഉണ്ട്. ഈ ഓരോ ഗ്രേറ്റ് നേഷൻസിലും ഓരോ തരത്തിലുള്ള നിഞ്ചാസ് ഉണ്ട്. അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട് 5 കാഗേമാരുണ്ട്. അതിൽ നമ്മുടെ വില്ലേജിലുള്ളതാണ് ഹൊക്കാഗെ. അതുപോലെ ഓരോരുത്തരും ഓരോ ആൾക്കാരുണ്ട്, ഹൊക്കാഗെ, സുച്ചിക്കാഗെ, റൈക്കാഗെ, മിസുക്കാഗെ. അപ്പോൾ ഈ 5 ആൾക്കാരും കൂടിയിട്ടാണ് ഓരോ ഗ്രേറ്റ് നേഷൻസിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കീഴിൽ വരുന്ന ആൾക്കാരാണ് ജോനീനായിട്ടുള്ള ആൾക്കാർ, അവരെ താഴെ വരുന്നതാണ് ചൂനീനായിട്ടുള്ള ആൾക്കാർ, അവരെ താഴെ വരുന്നതാണ് ഗെനീനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാവരും ബാറ്റിലൂടെയും അതുപോലെ എക്സ്പീരിയൻസ് വൈസും അങ്ങനെയാണ് ഇവർ മേലോട്ട് പ്രൊമോഷൻ കിട്ടി വരിക എന്നുള്ള രീതിയിൽ കക്കാശി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവരുടെ ഹൊക്കാഗെനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. ആ വയസ്സായ കിളവനോ, അങ്ങേരെ ഒന്നും ഹൊക്കാഗെയായിട്ട് വിളിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ 3 പേരും മൈൻഡിൽ വിചാരിക്കുന്നുണ്ട്. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങേര് ഓടി രക്ഷപ്പെടും എന്നുള്ള രീതിയിലൊക്കെ ഇവർ വിചാരിക്കുകയാണ്. അപ്പോൾ കക്കാശിക്ക് ഇത് മനസ്സിലാവും. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ഹൊക്കാഗെനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ നിങ്ങൾ ആ ഹൊക്കാഗെനെ കുറിച്ച് ചെറുതായി ഒന്നും കാണണ്ട, എന്തായാലും നമ്മളിപ്പോൾ ഇപ്പോഴത്തെ മെഷീനിൽ എന്തായാലും ഫോക്കസ് ചെയ്യണം. അതുപോലെ സി റാങ്ക് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഫൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അത് ആലോചിച്ച് പേടിക്കണ്ട എന്നുള്ള രീതിയിൽ കക്കാശി പറയും. അങ്ങനെ നമ്മുടെ കക്കാശിയും ടീംസ് ആ വഴി കടന്നു പോകുമ്പോൾ ആ വെള്ളത്തിലൂടെ തന്നെ ഒരു ഹിഡൻ മിസ്റ്റ് നിഞ്ച ആണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കക്കാശിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. കക്കാശിനെ അറ്റാക്ക് ചെയ്ത് 3-4 പീസാക്കി മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ നറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ വരും അവർ. അപ്പോൾ ആ ടൈമിൽ സാസുക്കെ ആണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൻ ഷുറിക്കനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ ആയുധം തന്നെ അതിൻ്റെ ഇടയിൽ ഷക്കാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സാക്കുറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ 2 ബ്രദേഴ്സും വരുന്നുണ്ട്.
അപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ കക്കാശി ഫ്രണ്ടിൽ വന്നിട്ട് അവരെ പിടിക്കുന്നുണ്ട്. അപ്പോൾ കക്കാശി ആണെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് ഇവർ ട്യൂനിനായിട്ടുള്ള ലെവലുള്ള ആൾക്കാരാണ്, ഇവർ രണ്ടുപേരും പ്രത്യേകം എനിക്ക് നന്നായിട്ട് അറിയാം, ഇവരെ മരണം വരെ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കക്കാശി പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നാറൂട്ടോ ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണല്ലോ. അവൻ ആലോചിക്കുകയാണ് സാസുകെക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്, അവൻ കാമായിട്ട് നിന്നാണല്ലോ ചെയ്തത് എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഈ ടൈമിൽ സാസുകെ പറയുന്നുണ്ട് നീ പേടിച്ചു പോയോ എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഒരുമാതിരി കളിയാക്കിയ രീതിയിലാണ് നാറൂട്ടോയുടെ അടുത്ത് സംസാരിക്കുന്നത്. നാറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ദേഷ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നാറൂട്ടോയുടെ കയ്യിൽ 2 മുറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മുറിവുണ്ടായ ഭാഗത്ത് പോയ്സൺ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പോയ്സൺ ഉണ്ട് ആ ക്ലോസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ശരീരം ഫുള്ള് പോയ്സൺ വരും, അതുകൊണ്ട് അനങ്ങല് എന്നുള്ള രീതി കക്കാശി പറയാണ്. എന്നിട്ട് കക്കാശി ആണെങ്കിൽ ടാസുനയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇവർ രണ്ടുപേരും ജൂനിയർ ലെവലുള്ള ആൾക്കാരാണ്, നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു നിഞ്ച നിങ്ങൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ, എന്തുകൊണ്ടാണ് എന്നുള്ള രീതി ചോദിക്കുകയാണ്. കക്കാശിക്ക് മുൻകൂട്ടി അറിയായിരുന്നു ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയായിരുന്നു. കക്കാശി വരുന്ന വഴിയിൽ ഒരു വെള്ളം കാണുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ ഒന്നും മഴ പെയ്തിട്ടുമില്ല, അതേപോലെ ഇങ്ങനെ വെള്ളം കിടക്കണമെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ അത് ഹിഡൻ മിസ്റ്റ് ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു നിഞ്ചാസ് തന്നെയാണ്. ആ നിഞ്ചാസിനെ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരാത്തത് ഇവരുടെ ടാർഗറ്റ് ആരാണ്, കക്കാശിയാണോ അതേ പുതിയതായിട്ടുള്ള ഗെനീൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണോ അതുപോലെ ടാസുനയാണോ, ആരാണ് ഇവരുടെ ടാർഗറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒളിച്ചിരുന്നത്. അപ്പോൾ ടാസുനയാണ് ഇവരുടെ ടാർഗറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് കക്കാശി ചോദിക്കുന്നത് ടാസുന നിങ്ങൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നുള്ള രീതി ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബി റാങ്ക് മെഷീനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതി പറയാണ് കക്കാശി. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഈ ബി റാങ്ക് മെഷീന് തരാനുള്ള ഫണ്ടും പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞ് ഇങ്ങനത്തെ ഒരു രീതിയിൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഇവരെന്തായാലും ആ മെഷീനിൽ നിന്ന് ഔട്ടായിട്ട് തിരിച്ച് ഹിഡൻ ലീഫിലേക്ക് പോവുക എന്നുള്ള രീതി പറയണേ. അതോട്ടവരെ കയ്യിൽ ഒരുപാട് പോയിസൺ പറ്റിയിട്ടില്ലേ, അതുകൊണ്ട് തിരിച്ചു പോവുക എന്നുള്ള രീതി പറയണം. അപ്പോൾ ഈ ടൈമിൽ നാറൂട്ടോ ആണെങ്കിൽ അവൻ്റെ കൈയാണെങ്കിൽ കുത്തി മുറിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുപോലെ തന്നെ എനിക്ക് ഈ മെഷീൻ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കുന്നത്, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ ഈ ലെവലിൽ ഇവിടെ വന്ന് എത്താൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്മാറില്ല, എനിക്ക് എൻ്റെ സ്വപ്നത്തിലെത്തണം എന്നുള്ള രീതിയിലൊക്കെ നാറൂട്ടോ പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ അവൻ്റെ കൈ കുത്തി കീറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പോയിസണും കാര്യങ്ങളും അതിൽ നിന്ന് പോയിട്ടുണ്ട് രക്തത്തോടു കൂടി. അപ്പോൾ കക്കാശി വന്ന് പറയുന്നുണ്ട് എന്തായാലും നീ കുത്തി കീറിയത് നന്നായി, പക്ഷേ ഇത് ഉണങ്ങിയില്ല, ഇന്നും ബ്ലഡ് ആണെങ്കിൽ ചോന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ഉടനെ തന്നെ ചത്തുപോകും എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നാറൂട്ടോ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ കക്കാശി അവൻ്റെ കൈ പിടിച്ച് നോക്കുമ്പോൾ അവൻ്റെ കൈ താനെ ഹീലാവുന്നുണ്ട്. അപ്പോൾ കക്കാശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതാ നയൻ ടൈൽ ഫോക്സിൻ്റെ പവർ ആയിരിക്കും എന്നുള്ള രീതിയിൽ വിചാരിക്കും. അപ്പോൾ ഈ ടൈമിൽ വേറൊരു സ്ഥലത്താണ് കാണിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ടാസുനെ കൊല്ലാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ തന്നെ ഒരു റൗഡി വന്ന് കിടന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നത്, നിങ്ങൾക്ക് ഇതുപോലെ പൈസ എണ്ണി തരുന്നതും വെറുതെ ഒന്നുമല്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ആൾ ഒരു കത്തി എടുത്ത് ഇങ്ങനെ നീട്ടിയിട്ട് പറയുന്നുണ്ട് നിനക്കറിയോ ഞാൻ ആരാന്നറിയോ, ഞാൻ ഹിഡൻ മിസ്റ്റ് ചെയ്ത ഡീമനാണ്, ഡീമൻ ഓഫ് ഹിഡൻ മിസ്റ്റ് ആണ്, അതുപോലെ ഞാനിപ്പോൾ പേഴ്സണലായിട്ട് പോയിട്ട് അവരെ കൊന്നിട്ട് വരും എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഈ ടൈമിൽ ആ റൗഡി പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് പറ്റുമോ, നല്ല രീതിയിൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഞാൻ ഒരു പഴയ റോഗ് നിഞ്ചയാണ്, ആ കാര്യം നീ മറക്കണ്ട, എൻ്റെ പേര് സാബൂസ മൊമ്മൂച്ചി എന്നാണ്, എൻ്റെ പേര് അതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവന്മാരെ തല എടുത്തിട്ടുണ്ടാവും എന്നുള്ള രീതി പറയാണ്.